സാർ, RSSന്റെ മേധാവി മോഹൻ ഭഗവത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നിർണായകമായ പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം മുൻപും ഈ പ്രസ്താവനയുമായി രംഗത്ത് വന്നതാണ്. കാരണം എല്ലാ രാമക്ഷേത്രത്തിന് സമാനമായി എല്ലായിടത്തും തർക്കമുണ്ടാക്കാൻ പോകണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ, എല്ലാ മസ്ജിദിന്റെ മടിയിൽ ശിവലിംഗം ഉണ്ടോ എന്ന് തിരയേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് എന്തായാലും ഒരു പുരോഗമനപരമായ ഒരു നിലപാടാണല്ലോ. ഇന്ത്യയുടെ മതേതരത്വത്തിന് കരുത്തേകുന്ന ഒരു പ്രസ്താവനയല്ലേ ഇത്? തീർച്ചയായിട്ടും. മാത്രമല്ല, ഒരു 2000 വർഷത്തെ പരുക്ക് പറ്റിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ 10-200 വർഷം ഭരിച്ചിരുന്നു. പിറകിലോട്ട് മുസ്ലിംസ് 10-700 വർഷക്കാലം ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, പിന്നെ അതുപോലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലം മുതൽ ഇങ്ങനെ തുടങ്ങി 47 വരെ പരുക്കേറ്റൊരു സമൂഹമാണ് നമ്മൾ. ഒരുപാട് അമ്പലങ്ങൾ, ഈ പോലെ പള്ളികളും അമ്പലങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൊളിക്കപ്പെട്ടത് അമ്പലങ്ങളാണ്. അമ്പലങ്ങൾ പൊളിക്കപ്പെട്ടിട്ടുണ്ട്, പലത് ഉപേക്ഷിക്കേണ്ടി പോയിട്ട് വന്നിട്ടുണ്ട്. വിഗ്രഹം എടുത്തുകൊണ്ട് പോകാൻ, ഇപ്പോൾ ഗുരുവായൂർ വിഗ്രഹത്തെക്കുറിച്ചൊക്കെ വലിയ കഥയുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ടി വന്ന കഥയും, പിന്നെ അമ്പലപ്പുഴ കൊണ്ടുവന്നതും, പിന്നെ തിരിച്ചു കൊണ്ടുപോയതും, ഒരുപാട് കഥകളുണ്ട്. അതുപോലെ തന്നെ ബുദ്ധമതം വന്നിരുന്നു ഇടയ്ക്ക്. ബുദ്ധമതം ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്രങ്ങളായിട്ട് മാറി. ജൈനമതം വന്നിട്ട് ഒരുപാട് ജൈന ക്ഷേത്രങ്ങളായിട്ട് മാറി. അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുമതം ആദ്യം വേദ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം, വേദങ്ങളുടെ ഒരു സംസ്കാരം കഴിഞ്ഞ് ഈ പറയുന്ന ബുദ്ധൻ്റെ കാലം വന്നു, ജൈനൻ്റെ കാലം വന്നു. അപ്പോഴെല്ലാം വ്യാപകമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മുസ്ലിംസ് വന്നതിൻ്റെ ഇൻവേഷൻ വന്നത്, പിന്നെ ബാക്കി വന്ന ആളുകളുടെ ഇതിലെല്ലാം വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി, ഒരു മതേതര സമൂഹം എന്നൊക്കെ പറഞ്ഞ് ഭരണഘടനയിലേക്ക് എഴുതി വെച്ച് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതിനിടയിൽ മോഹൻ ഭാഗവത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി ഓരോ അമ്പലത്തിൻ്റെയും പോയി അവിടെ കല്ലുണ്ടായിരുന്നു, ശിവലിംഗം ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ തോണ്ടാൻ പോയാൽ നമുക്ക് അതിനുള്ള സമയം വരത്തുള്ളൂ. ഒരു ജനത എന്നുള്ള നിലയിൽ രാമക്ഷേത്രം ഓക്കെ, അതൊരു വികാരമായിട്ടും ഇന്ത്യയിൽ നിന്നും രാമൻ്റെ ക്ഷേത്രം ഓക്കെ, രാമൻ ക്ഷേത്രം വേണം. കാര്യം ഇന്ത്യൻ ജനതയുടെ ഒരു വികാരവും വിചാരവും ഒക്കെയാണ്, ഹിന്ദുക്കളുടെ ഒരു വികാരവും വിചാരവും ഒക്കെയാണ് രാമൻ. ഓക്കെ, പിന്നെ വീണ്ടും വീണ്ടും ഓരോ ക്ഷേത്രങ്ങളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അവിടെ അതുണ്ടായിരുന്നു പറഞ്ഞ് ഈ വക്കപ്പോട് വരുന്ന ഒരു ന്യായം പറഞ്ഞതൊക്കെ ഇന്ത്യൻ പാർലമെന്റ് വരെ ഞങ്ങളിലാണെന്ന് പറയുന്ന ഒരു ന്യായമുണ്ടല്ലോ, ആ ന്യായം വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ടാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ പുരോഗമനപരമായ ഒരു കാര്യമാണ്, എല്ലാവരും ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾക്ക് അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. 10-20% വരുന്ന മുസ്ലിംസ് ഇവിടെയുണ്ട്. പണ്ട് ബാബറ കാലത്തും അക്ബറ കാലത്തും ഒക്കെ പൊളിച്ചതിന് ഇനിയിപ്പോൾ ഉള്ള മുസ്ലിംസ് എന്തിനാ അവരെ മനസ്സിലും കൂടെ വികാരം കുത്തിവെക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും പട്ടിണിയിലാകുമല്ലോ. ഇത്തരം കാര്യങ്ങൾ ശരിക്കും രണ്ടെണ്ണം പൊളിക്കുന്നതാണ് അവർക്ക് നല്ലത്. പൊളിക്കുമ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരാമല്ലോ. അവർക്ക് എന്ത് ഈ കത്തിച്ച് ഇപ്പം ബാബർ മസ്ജിദിന്റെ December 6 ഇപ്പോഴും ആഘോഷിക്കുകയാണ്. പ്രശ്നം കഴിഞ്ഞ് കഞ്ഞിയും പോയി പൂച്ചയും ചെത്തെന്ന് പറയുമ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോഴും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. സുപ്രീം കോടതി വരെ വിധി പറഞ്ഞു, അവിടെ ക്ഷേത്രം വന്നു, തൊട്ടപ്പുറത്ത് പള്ളി വരുന്നു, ആ കഥ തീർന്നു. വീണ്ടും അത് തന്നെ പറഞ്ഞ് അതാ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്, മതത്തെ ചോണ്ടി കൊണ്ടുവരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇനി ഒരു ക്ഷേത്രത്തിലും പോയി ഇത് അന്വേഷിക്കാൻ പോകേണ്ട കാര്യമില്ല. അന്വേഷിച്ച് തോണ്ടി അതിൻ്റെ അടുത്ത് പോയാൽ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയുള്ളൂ. അല്ല, അതോടൊപ്പം തന്നെ ഈ സംഭവം മാത്രമല്ലല്ലോ, ഇപ്പൊ ബീഫ് വിഷയമായാലും മറ്റേത് പ്രധാനപ്പെട്ട വിഷയം വന്നാലും RSSന് ഒരു കൃത്യമായ നമ്മുടെ യഥാർത്ഥ സെക്യുലറിസം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു കൃത്യമായ നിലപാട് RSS വച്ചു പുലർത്തുന്നുണ്ടല്ലോ. പല കാര്യങ്ങളിലും അവർ പറയുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഈ സംഘർഷത്തിൽ വേണമെങ്കിൽ അവർക്ക് ഇതൊരു സംഘർഷമാക്കി സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. എല്ലാ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും തിരിച്ചു തരണം എന്ന് പറഞ്ഞു പോയാൽ എല്ലാവരും കൂടി നാളെ ഇത് മൺമട്ടി എടുത്ത് ഇറങ്ങും, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പായിട്ട് ഇറങ്ങും. ഇത് ഏതൊക്കെ ക്ഷേത്രങ്ങളാണ്, നമുക്ക് അവിടെ എന്തെങ്കിലും വരച്ച് വെച്ചിട്ടുണ്ടോ, ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ പള്ളിയിൽ പോയി നോക്കും, അവിടെ അമ്പലത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് വരും. അത് ശരിയാവില്ലല്ലോ ഒരിക്കലും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു വളരെ പുരോഗമനപരമായ തീരുമാനങ്ങളാണ് പറയുന്നത്. കാരണം ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും അത് മോശപ്പെട്ടൊരു തീരുമാനമല്ല, നല്ല തീരുമാനമാണ് പറയുന്നത്. അതെല്ലാവരും ഉൾക്കൊള്ളണം. കാരണം പ്രത്യേകിച്ച് RSSന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് കുറച്ചുകൂടി അവരാണല്ലോ ഇതിനകത്ത് ഒരു വൈകാരികമായി നിൽക്കുന്നൊരു സംഘടന, അപ്പോൾ ഒരു സംഘം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്, ഇന്ത്യൻ ജനത സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് RSSകാരൊക്കെ ഇതിൻ്റെ പിറകിൽ നടന്ന് സമയം കളയേണ്ട കാര്യമില്ല. കാരണം പിന്നെ മാത്രമല്ല, ഇപ്പോൾ ആരാധന എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് എവിടെ വേണോ എങ്ങനെ വേണോ ക്ഷേത്രം പണിത് വേറെ രൂപത്തിലൊക്കെ ആരാധിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസ പ്രമാണമുള്ള ആളുകളാണ്. തൂണിലും തുരുമ്പിലും ഒക്കെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ഷേത്രത്തിൻ്റെ പിറകിൽ പോയി അതിൻ്റെ പിന്നാമ്പറ അന്വേഷിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് ഹിന്ദു ക്ഷേത്രമായിരുന്നു, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഹിന്ദുക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ശബരിമല ക്ഷേത്രം ബുദ്ധമത ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴാണ് ഇപ്പോഴും പലരും ചർച്ച ചെയ്ത് വരുന്നുണ്ട്. അത് ബുദ്ധക്ഷേത്രമാണ്. ഇവിടെ ഇപ്പോൾ ബുദ്ധന്മാരുണ്ടോ? ശരി, ബുദ്ധക്ഷേത്രമാണെന്ന് വയ്ക്കുകയാണെങ്കിൽ ബുദ്ധന്മാരുണ്ടോ ഇവിടെ അന്വേഷിക്കാൻ? ആരുമില്ലല്ലോ. അപ്പോൾ ഇതാരാ എന്തൊക്കെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോൾ ചുമ്മാ ഈ സംഘർഷം ഉണ്ടാക്കാൻ പറയുന്നതാണ്. പണ്ട് ജൈന ക്ഷേത്രമായിരുന്നു, ബുദ്ധക്ഷേത്രമായിരുന്നു, ആയിരുന്നിരിക്കാം. ഒരു കാലഘട്ടത്തിൽ ബുദ്ധന്മാരോട് ആരാധിച്ചിരിക്കാം. അപ്പോൾ ശാസ്താവ് ബുദ്ധനാണ്, ശരണം അയ്യപ്പ എന്ന് വിളിക്കണ ബുദ്ധവനാണ്, ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും. പക്ഷേ അങ്ങനെയൊന്നും അന്വേഷിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ക്ഷേത്രങ്ങൾ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം ഇരുന്നത്, തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രം ശൈവ വെള്ളാള സമുദായത്തിൻ്റെ കയ്യിലാണ് ആദ്യം ഇരുന്നത്.
അവരത് ബ്രാഹ്മണ സമുദായത്തിന് കൊടുത്തു. ബ്രാഹ്മണ സമുദായത്തിൽ നിന്നാണ് ഇപ്പോൾ നായർ സമുദായം മാറ്റി നായർ ട്രസ്റ്റ് എത്രയോ സ്ഥലങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അത് പിന്നെ ഹിന്ദുക്കളിൽ നിന്നാണ് വന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ധാരാളം ക്ഷേത്രങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുമ്പോൾ മോശമാകുമ്പോൾ മറ്റുള്ളവരടുത്ത് ചെയ്യുന്ന ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിൻ്റെ എന്നാ പിറകെ പോയി അന്വേഷിക്കേണ്ട എന്നുള്ള ഈ തീരുമാനം വളരെ വളരെ പ്രധാനപ്പെട്ട തീരുമാനം. നേരത്തെ അദ്ദേഹം പറഞ്ഞു ശിവലിംഗം കൊണ്ടുവന്ന് അന്വേഷിക്കേണ്ട, ഇപ്പോഴും പറയുന്നുണ്ട്, 2 പ്രാവശ്യമായി ഇതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ഈ വേറെ മറ്റൊരു കാര്യം, എന്തായാലും ഒരു സംഭവം വരുമ്പോൾ അത് ഇന്ത്യയുടെ കാഴ്ചപ്പാടിലാണ് RSS എപ്പോഴും നോക്കിക്കാണുന്നത്. അത് ഇന്ത്യയെ ബാധിക്കുമോ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുമോ എന്ന രീതിയിലാണ് നോക്കിക്കണ്ടത്. ഇപ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശിൽ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരിന് തന്നെ ഒരു സന്ദേശം നൽകിയിരുന്നു. അവിടെ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുകയാണ്, അതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ ഇടപെടൽ നടത്തണം, ചർച്ച നടന്നില്ലേ മറ്റു വഴി തേടണമെന്ന് പല ലോകത്തെവിടെ ഒരു എന്തെങ്കിലും ഇന്ത്യക്ക് ഒരു വിഷയം ഉണ്ടായാലും അത് കൃത്യമായ കേന്ദ്ര സർക്കാരിനെ, അതിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് RSSന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്ന് പറയുമ്പോഴും അവർക്ക് RSSന് ഒരു നിലപാടുണ്ട്. കേന്ദ്ര സർക്കാർ തെറ്റായ വഴിയിൽ പോയാൽ അവർ കോൺഗ്രസ് ആയാലും BJP ആയാലും എതിർക്കാൻ അവർ മടി കാണിക്കാറില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ RSSനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനങ്ങൾ നമ്മൾ പല കാര്യങ്ങളെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അവരുടെ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു മത രാഷ്ട്രം എന്നൊക്കെ പറയുന്ന വേറെ കാര്യങ്ങളാണ്, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങളുണ്ട്. അവർ ഇതുപോലെ ഇപ്പോൾ മുസ്ലിംസിൻ്റെ എതിരെ ശക്തമായ പല ആക്രമണം ഉണ്ടാകുമ്പോഴും RSS ഒക്കെ പറയാറുണ്ട് അങ്ങനെ ആക്രമണം ഉണ്ടാകാൻ പാടില്ല, കാരണം അങ്ങനെ ആക്രമണം പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ ഈ വിഷയം വന്നു, കാശ്മീരിൽ പണ്ഡിറ്റ് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ വിഷയം വരുന്നു. അങ്ങനെ പല വിഷയങ്ങളിലും ഇത്തരം നിലപാടെടുക്കുന്നുണ്ട്. അതൊരു പുരോഗമനപരമായ ചിന്തയാണ്. നമ്മളിപ്പോൾ ഒരു സംഘം ഒരു സംവിധാനത്തിൽ പുതിയൊരാൾ വന്ന്, ഇപ്പോൾ മോഹൻ ഭഗവത് പുതിയ ആളില്ല, അവസാനത്തെ ആളാണല്ലോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം പറയുന്ന അതെ കുറേ വർഷമായിട്ടല്ലോ ഞാൻ പറയും. ഇപ്പം നിൽക്കുന്ന അവസാനത്തെ പുതിയ ആൾ, ഇനിയിപ്പോൾ അടുത്ത ആൾ വരുന്നത് വരെ അദ്ദേഹമാണല്ലോ. അപ്പോൾ ഈ പുതിയ ഇപ്പോൾ പോപ്പ് പറയുന്ന പോലെ പോപ്പ് ഇപ്പോൾ ഒരുപാട് പുരോഗമനപരമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിസ്ഥിതി സംരക്ഷിക്കണം, ഒരുപാട് പുരോഗമനപരമായ കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ പള്ളിയിൽ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഇരുന്നൊക്കെ വളരെ പുരോഗമനം. അപ്പോൾ ഓരോ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോഹൻ ഭാഗവതത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. ഭാരതത്തിലുള്ളവർ എടുക്കുകയും ഇതിൻ്റെ പിറകെ ഒന്നും പോയി അന്വേഷിക്കാതെ ദേശീയത ഒരു വശത്ത് നടക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. ഇത്തരം കാര്യങ്ങളിൽ പോകാതിരിക്കലാണ് പ്രധാനം. അതിനുവേണ്ടി സമയവും കളയരുത്. കാരണം നമ്മളുടെ അധ്വാനം അതിനുവേണ്ടി കളയാനുള്ളതല്ല. ഇപ്പം തന്നെ ലോകത്തിലെ 5ാമത്തെ രാഷ്ട്രമായി വളരാനുള്ള രീതിയിലേക്കൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ലോകരാഷ്ട്രങ്ങൾ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ വളർന്നു വരികയാണ്. ആ വളർന്നു വന്നതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ വിഷയങ്ങൾ നമ്മളെടുത്ത് നമ്മളെ ഇമേജ് കളയാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അതിലേക്ക് ചിന്തിക്കുകയേ വേണ്ട. അതുകൊണ്ട് മോഹൻ ഭാഗവതിൻ്റെ തീരുമാനത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു ഇന്ത്യ വിരുദ്ധർ എന്നും RSS ആണ്, മോദി RSS ആണ്, അങ്ങനെ പറഞ്ഞ് ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അതെന്താ വെച്ചാൽ ഈ ഒരു മതേതരത്വത്തിനെതിരാണ്, മതരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്നു, മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോകണം, പൗരത്വം കൊണ്ടുപോയി, ഇങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ്സ് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശീയത നിലനിൽക്കണമല്ലോ. അപ്പോൾ അത് നിലനിർത്തുന്നതിൽ ഈ സംഘങ്ങൾ അവർ ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ, അവരുടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന അവരുടെ ഈ കാഴ്ചപ്പാടിൻ്റെ അർത്ഥം, ഈ കാഴ്ചപ്പാട് വളരെ പുരോഗമനപരമായിട്ടുള്ളൊരു തീരുമാനമാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ഇന്ത്യൻ ജനത ഉൾക്കൊള്ളേണ്ടുന്ന തീരുമാനമാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഗുണപ്പെടും. തീർച്ചയായിട്ടും ഗുണപ്പെടുകയും ചെയ്യും. അതിൻ്റെ പിറകിൽ ആയുധം താഴെ വെക്കുകയും വേണം. ഇപ്പോൾ ഈ RSS ഇത് പറയുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത്, പിന്നെ സംഘപരിവാർ, വിജനങ്ങൾ, ഇങ്ങനെ സംഘപരിവാർ സംഘടനകൾ പറയുന്നുണ്ട്. അവരിലെല്ലാം ഒരു പുനർവിചിന്തനം വരും. മറ്റേ RSS പ്രധാന സംഘടന പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ നമുക്ക് എടുത്ത് ചാടാന്ന് വിചാരിക്കും. ഇതിപ്പോൾ എല്ലാവർക്കും ഒരു സന്ദേശം വരും, നിങ്ങൾ ആരും എടുത്ത് ചാടുക. അപ്പോൾ പ്രധാന സംഘടനയില്ല, സംഘപരിവാറിലെ ഏറ്റവും പ്രധാന സംഘടനയില്ല RSS. അപ്പോൾ RSS പ്രധാന സംഘടന പറയുന്നില്ല, അപ്പോൾ ഞങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് ബാക്കി ചെറിയ ചെറിയ സംഘടനകൾ മര്യാദയ്ക്കിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ കെയർ ഓഫ് ചെറിയ സംഘടനകൾ ഇറങ്ങി ബഹളം ഉണ്ടാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ നല്ല തീരുമാനമാണത്. വളരെ വളരെ നയപരമായ നല്ല തീരുമാനം. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ അത് ഉൾക്കൊള്ളണം. അത്തരം തീരുമാനങ്ങൾ പുരോഗമനപരമായ തീരുമാനമാണ് അത് വന്നിരിക്കുന്നത്. കാരണം അന്വേഷിച്ചാൽ ഒരുപാടുണ്ട്. ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളും എല്ലായിടത്തും ക്ഷേത്രങ്ങളുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇവിടെ. അപ്പോൾ കുഞ്ഞു ഒരു 1/2 കിലോമീറ്റർ ക്ഷേത്രമുള്ള കേരളത്തിൽ നോക്കൂ. ഇത്രയും പുരോഗമനപരമായി ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ നോക്കൂ. 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ആകുമ്പോൾ ക്ഷേത്രമുണ്ട് ഇവിടെ. നഗരത്തിനകത്തിന് എത്ര ക്ഷേത്രമുണ്ട് നമ്മൾ. അപ്പോൾ ക്ഷേത്രവിശ്വാസികളാണ് ഇന്ത്യയിലുള്ളവർ. അപ്പോൾ അതെല്ലാം ക്ഷേത്രത്തിൻ്റെ അടിവശത്ത് എന്താണ്, സൈഡിൽ എന്തായിരുന്നു പണ്ടെന്ന് നോക്കിയാൽ നമ്മളെങ്ങും എത്തത്തില്ല. ഇപ്പോൾ ഗണപതി ഭവനിൻ്റെ ഭാഗമായിരുന്നു, കുറേ ഭാഗമാണ് പിന്നെ അവിടെ പാളയത്ത് പള്ളി കെട്ടുമ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അന്ന് പിടിച്ചെടുത്തതല്ല. ഗണപതി ഭവനിൽ കുറച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
അപ്പോൾ ഇനിയിപ്പോൾ പോയി ഗണപതി ഹോളിന് സ്ഥലം തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, പള്ളി വന്നല്ലോ അവിടെ. അതുകൊണ്ട് ഇനി പഴയ സ്റ്റാറ്റസിലേക്കൊന്നും പോകുന്നത് നല്ലതല്ല. അപ്പോൾ തിരിച്ച് ചിന്തിക്കുന്നതാണ് നല്ലത്. അതിനിത് സഹായമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.